ഇതാണ് തൃശ്ശൂരിൽ ഡിസംബർ 18 ഓപ്പൺ ചെയ്ത ഹൈലൈറ്റ് മാള്. ഏകദേശം 4 ഏക്കറിൽ 7 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മാള് പണിതിരിക്കുന്നത്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ മാളാണിത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടേച്ചു വരാം. വാ. ആദ്യം നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഹഗ്ഗേ മഗിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ഈ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ് ഈ ഹഗ്ഗേ മഗ് എന്ന് പറയുന്നത്. നേരെ ചെല്ലുമ്പോഴത്തേക്ക് ലെവൈസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഇനാഗുറേഷൻ ആയതുകൊണ്ട് കലാരൂപങ്ങളും പുലികളിയും ചെണ്ടമേളവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഇനാഗുറേഷൻ ആയിരുന്നു. ഇതിൻ്റെ വലിയ ഗ്രാൻഡ് ഇനാഗുറേഷൻ വരുന്ന മാർച്ചിലാണ് വരുന്നത്. ഇതാ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കി വെച്ചിട്ടുണ്ട്. 3 ഫ്ലോറാണുള്ളത് കേട്ടോ. ഈ മാളിൽ ഭയങ്കര വലിയ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അവിടുത്തെ വ്യൂ ഈ ബാൽക്കണിയിലോട്ട് നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് കേട്ടോ. ഈ മാള് കാണാൻ അതിമനോഹരമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നൈക്കയുടെ ഒരു ഔട്ട്ലെറ്റ് തുറന്നിട്ടുണ്ട്. അവിടുന്ന് നേരെ പോകുമ്പം സാംസങ്ങിൻ്റെ ഒരു ഷോറൂം തുറന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പം ഓപ്പൺ സ്പേസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടുന്ന് നേരെ പോകുമ്പോൾ US പോളോയുടെ ഒരു ഷോപ്പ് ഓപ്പണിംഗ് സൂണാണ്. റയർ റാബിറ്റിൻ്റേത് ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എല്ലാത്തിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ആദ്യം ഈ സൈഡ് ഏതോ ഒരു ഷോപ്പിൻ്റെ വർക്ക് നടക്കുകയാണത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഫ്ലൈ മെഷീൻ്റെ ഒരെണ്ണം, അതും വർക്ക് നടക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. മാക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടുന്ന് നേരെ പോകുമ്പം ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് വിസ്മയുടെ ഒരു ക്ലോത്തിൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിസ്മയ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്വിൻ ബേഡ്സിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഷോപ്പും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും സെക്കൻഡ് ഫ്ലോറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോണി ആൻഡ് ഗൈ ഓപ്പണിംഗ് സൂൺ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. എല്ലാം വർക്കിന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ് ഫ്ലോർ, 3rd ഫ്ലോറ്. യെസ്, ഫുഡ് കോർട്ട് വളരെ ഭയങ്കര സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വിശാലമാണ് ഫുഡ് കോർട്ട്. ഒരുപാട് സ്പേസ് ഉണ്ട്. ബർഗർ കിങ്ങിൻ്റെ ഒരെണ്ണമുണ്ട്. ക്ലബ് സുലൈമാനി, ചിക്കൻ, ഫലൂദ നേഷൻ, പിസ്സ, മൗസി, മോമോസ്, റൈസ് ആൻഡ് നൂഡിൽസ്, പിന്നെ സബ്വേ. ഇതിൻ്റെ എല്ലാ ഷോപ്പുകളിപ്പം തുറന്നിട്ടുണ്ട്. KFC അപ്പൂപ്പൻ്റെ കടയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയുണ്ട്, ഔട്ട്ഡോർ. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഈ പുറത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഒരു നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ ഇവിടെ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം കണ്ടറിയണം, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. പിന്നെ നേരെ വരുമ്പോഴത്തേക്ക് പലാക്സിയുടെ ഒരു 6 സ്ക്രീനുള്ള ഒരു തിയേറ്റർ. അതിനകത്ത് SLSൻ്റെ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ്, ലേസർ പ്രൊജക്ഷന്, പിന്നെ എപ്പിക്കിൻ്റെ വലിയൊരു സ്ക്രീന്. ബാക്കി ഞാൻ പറയണ്ടായല്ലോ, ഇത്രയൊക്കെ അറിവ് നിങ്ങൾക്കറിയാം. മലബാർ ഗ്രൂപ്പിൻ്റെ ഒരു പ്ലേയിങ് സോൺ ഉണ്ട് ഇവിടെ. അത് ഓപ്പൺ ആയിട്ടില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ. തിയേറ്ററിൻ്റെയും വർക്ക് നടക്കുന്നേ ഉള്ളൂ, പ്ലേ സോണിൻ്റെയും വർക്ക് നടക്കുന്നേ ഉള്ളൂ. അവിടുന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ ഈസി ബൈയുടെ ഒരു വലിയ ഔട്ട്ലെറ്റ് നേരെ നമുക്ക് കാണാൻ പറ്റും. അത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് ഈസി ബൈയുടേത്. അവിടുന്ന് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് ഏറ്റവും ബേസ്മെൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലുലു ഡെയിലി എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, ലുലു ഡെയിലി. ഇവിടെ നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മലയാളികൾക്ക് ഇതൊരു പുതിയ കാഴ്ചയല്ല. ഇപ്പോൾ മലയാളികൾ കണ്ട് ശീലിച്ച് കഴിഞ്ഞു.
ഈ ലുലു ഹൈപ്പർ മാർക്കറ്റും ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം മലയാളികൾക്കിപ്പം ഒരു പുതുമയല്ല. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. ദേ ഇങ്ങോട്ട് വരുമ്പോൾ പപ്പായ, പൈനാപ്പിള്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം വെച്ചിരിക്കുന്നു. വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, സ്ട്രോബെറി, ഇതാ ഇവിടെ ആട്ട, മൈദ, റവ, നെയ്യ് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. മാതളം, ഡ്രാഗൺ ഫ്രൂട്ട്, പേരയ്ക്ക എല്ലാം വെച്ചിരിക്കുന്നു. ഇതാ പഴക്കൊലകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. എന്തും കിട്ടും. പൈസ കൊണ്ട് വന്നാൽ മതി, ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാം. ബേക്കറി ഐറ്റംസ് എല്ലാം അവിടെയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഓറഞ്ച്, മുന്തിരി, ചിക്കൻ്റെ സ്റ്റോള്, ചിക്കന്, മീറ്റ്, ലാമ്പ്, ഫിഷ് എല്ലാം ഒരു സൈഡിൽ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഇഷ്ടമുള്ളത്രയും വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇനി നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഒന്നുകൂടെ ചെല്ലാം. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ ഇതാണ്ട് അവിടെ മേളം തുടങ്ങി. പുലികളൊക്കെ മാളിനകത്തിറങ്ങി, കലാരൂപങ്ങളൊക്കെ ആടിത്തുടങ്ങി. അപ്പോൾ ഇതൊരു ചെറിയ ഇനാഗുറേഷൻ പരിപാടിയായിരുന്നു. ഇതിൻ്റെ ഗ്രാൻഡ് ഇനാഗുറേഷൻ മാർച്ചിൽ വരുന്നുണ്ട് എന്നാണ് കേട്ടത്. പുലിമുരുകൻ ഭയങ്കര കിതപ്പിലാണോ അതോ ഗർജിക്കുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട്. അപ്പം സാധിക്കുന്നിടത്തോളം എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയി. നല്ല രസമുള്ള മാളാണ്, ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക വൈബാണ്. അപ്പം നിങ്ങളെല്ലാവരും വരിക.